ഹലോ ഐസേ ലവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചാച്ചൻ്റെ ടിഫിനിൽ കൊടുത്ത് വിട്ട് ആ വെറൈറ്റി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, സോറി കേട്ടോ ഇച്ചിരി ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദ മാവ്, 1 കപ്പ് ഗോതമ്പ് മാവും, പിന്നെ സ്വല്പം പഞ്ചസാര, അതാണ് ആ ബ്രൗൺ കളറിൽ കണ്ടത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്കൊരു സ്പാച്ചിലയോ ഇങ്ങനത്തെ ഒരു സ്പൂണോ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ പറയുന്ന സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലയോ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അപ്പം കാരണം നമ്മളിത് ഭയങ്കര ആദ്യം സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം കുറച്ചായിട്ട് യൂസ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ മാവിനും ഓരോ കൺസിസ്റ്റൻസി അതിൻ്റെ ടെക്സ്ചറും ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഈ ഒരു ടെക്സ്ചർ ആവുമ്പം നിർത്തിയാൽ മതി അങ്ങനെ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ കുഴയ്ക്കുന്ന പോലെ അല്ല കേട്ടോ. അപ്പം ഇതിങ്ങനെ കുഴച്ചതാ ഈ ഒരു പരുവാകുമ്പം നമുക്ക് ഇത് മെല്ലെ ഒന്ന് സ്പൂണിൽ നിന്നൊക്കെ മാറ്റി, ഇപ്പോൾ നല്ല ഒട്ടലുണ്ടാവും, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ജസ്റ്റ് ഇതൊന്ന് കമ്പൈൻ ചെയ്ത് കൈകൊണ്ടൊന്ന് കമ്പൈൻ ചെയ്ത് നമുക്കിത് അടച്ച് വെക്കണം ഒരു 5-10 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് കമ്പൈൻ ചെയ്യാം. ഈ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒട്ടലുള്ളത് നിങ്ങളൊട്ടും വിഷമിക്കേണ്ട, അതൊക്കെ സെറ്റാവും. അപ്പം ഈ ഒരു പരുവത്തിലാവുന്നവരെ വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാമേ, ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. തുറന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒട്ടൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ സ്വല്പം എണ്ണ തൂത്തിട്ട് ഇത് കുഴയ്ക്കാം കേട്ടോ. ഒത്തിരി ഇതൊന്നും എനർജി ഒന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചതാ ഇതുപോലെ സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു എത്ര പോർഷനായിട്ട് നിങ്ങൾക്ക് വേണം, ഞാനൊരു വലിപ്പം കാണിച്ചു തരാം. ആ ഒരു വലിപ്പത്തിനെടുത്തിട്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പം ഇപ്പോഴും ഒരു ചെറിയ ഒട്ടൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് ഒട്ടില്ല, വിഷമിക്കേണ്ട. അപ്പം നമ്മളിത് ഒന്ന് റൗണ്ടാക്കി ഈ ഒരു വലിപ്പത്തിന് റൗണ്ടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുകയാണേ. അപ്പം ബാക്കിയുള്ള മാവ് ഇതുപോലെ ബോളാക്കി എണ്ണ തൂത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റോളിംഗ് ബോർഡ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഈ സമയം കൊണ്ട് ഒരു തവ നമുക്ക് ചൂടാക്കാൻ വെക്കാമേ. അപ്പം നോർമലി പരത്തുന്ന രീതിയിൽ പരത്താൻ നല്ല എളുപ്പമായിരിക്കും, കാരണം ഓൾറെഡി എണ്ണയുണ്ട്, നമ്മൾ മാവും ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് ഒന്നും നോക്കണം എന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം വലുതായിട്ട് പരത്തുക, ഒത്തിരി തിന്നാക്കണ്ട. ഈ ഒരു പരുവത്തിന് പരത്തിയ ശേഷം ഇതിലേക്ക് ഇച്ചിരി കൂടെ ഓയിലൊന്ന് ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എടുത്ത് സ്പ്രെഡ് ചെയ്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നടുക്കായിട്ട് കത്തി കൊണ്ട് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ടിടുക. കട്ടിട്ട ശേഷം ആ ഭാഗത്തിലെ മാവ് എടുത്ത് ഇതുപോലെ ചുരുട്ടി ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. കണ്ടോ, ഈ കാണിക്കുന്ന രീതിയിൽ ചുരുട്ടി അറ്റം വരെ കൊണ്ടുവരിക. ഇങ്ങനെ ചുരുട്ടിയെടുത്ത ശേഷം നമുക്കിത് നേരെ ഈ കാണിക്കുന്ന രീതി നേരെ വെച്ചിട്ട് തള്ളവിരൽ വെച്ച് ഇത് അകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊണ്ടുപോയി പരത്തുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ടിത് മാറ്റി വെക്കുക. ഇതിൻ്റെ മേളിലോട്ട് സ്വല്പം എണ്ണയും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കി എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കാൻ. അപ്പം നമ്മൾ ഇനി വീണ്ടും കുറച്ചുകൂടെ മാവിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് വേറെ പ്രോസസ്സൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുക. പരത്താൻ ഭയങ്കര ഈസി ആയിരിക്കും, കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് ഇത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് എത്ര വലിപ്പത്തിന് വേണോ ആ വലിപ്പത്തിൽ, ഒത്തിരി തിന്നാക്കണ്ട കേട്ടോ, ഒരു മീഡിയം തിക്നെസ്സിന് ഇത് പരത്തിയെടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഇത് നേരെ പരത്തി നമുക്ക് നമ്മുടെ വെറൈറ്റി അടിപൊളി സോഫ്റ്റ് പൊറോട്ട നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഇതുണ്ടല്ലോ, അതിലൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എത്ര നേരം ഇരുന്നാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടല്ലോ, പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെക്കണേ, ലോ അല്ല ഹൈയും അല്ല, മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ പരത്തി വെച്ചത് പാനിലേക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മെല്ലെ കുക്കാവാൻ തുടങ്ങും. അപ്പം ഇത് കുക്കാവാൻ തുടങ്ങുമ്പോൾ മേളിലും കൂടെ കുറച്ച് ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് തടവി കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് ഒരു സ്വല്പം ഇങ്ങനെ ഇരിക്കാതെ ഇത് മെല്ലെ ഇച്ചിരി കുമ്പളകളായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പം വേഗം ആക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിം ആക്കരുത്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മേളിലേക്കും കൂടെ സ്വല്പം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1-2 വട്ടം തിരിച്ചിടണം. ഇപ്പോൾ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടെ തിരിക്കാൻ പോവാണേ. ഇപ്പം തന്നെ കുറച്ചൊക്കെ പൊന്തി വരുന്നുണ്ട്. ഇനി അടുത്ത തിരിക്കലിൽ ഇത് നന്നായി പൊന്തി വരുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല ബലൂണ് പോലെ ഇതിങ്ങനെ വീർത്ത് പൊന്തി വരും. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം നമ്മുടെ ലെയറൊക്കെ പോയോന്ന് ചോദിച്ചാൽ ഇല്ല, ലെയറെല്ലാം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാൻ വഴിയേ. ഇപ്പോൾ ഇതുപോലെ പൊന്തി വരണം. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ എല്ലാ പൊറാട്ടയും ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കണേ. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി കണ്ടോ, നല്ല ഫ്ലഫി സോഫ്റ്റാണ്. നമ്മളിത് ഞാൻ പ്ലേറ്റിലോട്ട് വിളമ്പി ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ലേയേഴ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് നേരമായി, എന്നിട്ടും എന്ത് സോഫ്റ്റായിട്ടായിരിക്കുന്നത് കണ്ടോ. കഴിക്കാൻ അതുപോലെ തന്നെയാണ്, കുഞ്ഞു പിള്ളേർക്ക് വരെ ഇത് ഈസി ആയിട്ട് കഴിക്കാം, അത്രയ്ക്ക് സോഫ്റ്റായിരിക്കും. ഇതിന് ഒരുപാട് ലേയേഴ്സും ഇതിൻ്റെ അകത്തോട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലെയറുകൾ എടുത്ത് കാണിച്ചു തരാം, കാരണം നമ്മൾ ആ രീതിക്കാണല്ലോ പരത്തിയത്. അപ്പം നമ്മുടെ ആ ലെയറുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്, ഇത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. അത്രയും സോഫ്റ്റായിട്ടുള്ള പറാത്തയാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഈ പ്രൊസീജിയറിൽ നമുക്ക് പറാത്ത സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാം. ഇത് പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാലും ഇത് ഒട്ടും കട്ടി പിടിക്കില്ല. അതാണ് ഇതിൻ്റെ ഗുണം. ഇപ്പോൾ ഞാൻ കണ്ടോ, നല്ല സോഫ്റ്റ്. ഇതിപ്പം കുറച്ചുകൂടെ നേരമായി കേട്ടോ, ഞാൻ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഇത് ചപ്പാത്തി ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ നോർമൽ പൊറോട്ട ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ പകുതി ഗോതമ്പ് മാവും കൂടെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. ഇപ്പം ഞാനിതിൻ്റെ ലെയർ ഇപ്പോൾ കഴിക്കാൻ എടുത്തപ്പോഴാണ് ഞാനിതിൻ്റെ ലെയർ കാണിച്ചില്ല എന്ന് ഓർത്തത്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇത്രയ്ക്കും ഇങ്ങനെ ലെയറായിട്ട് ആണ് ഇരിക്കുന്നത്. ഉൾഭാഗം അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത്ര ഏകദേശം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് 3-4 മണിക്കൂറായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ടും കണ്ടോ അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.